ഇനിയും പഠിക്കേണ്ട ന്യൂനപക്ഷ പാഠങ്ങൾ എന്ന തലക്കെട്ടോടെ ഫാദർ ജെയിംസ് കൊക്കാവയലിൽ ദീപിക ദിനപത്രത്തിൽ എഴുതിയ ലേഖനം ശ്രദ്ധേയമാവുകയാണ്. ലേഖനത്തിലെ നിസ്കാരവും വഖഫും എന്ന ഭാഗത്തിൽ ചില ശ്രദ്ധേയ വിഷയങ്ങൾ അച്ഛൻ പരാമർശിച്ചിരിക്കുന്നു. ലേഖനത്തിലേക്ക്. ക്രൈസ്തവ സ്ഥാപനങ്ങളിൽ നിസ്കാരം ആവശ്യപ്പെടുന്നവരോട് പറയാനുള്ളത്, ഇത് അനുവദിച്ചു തരാനുള്ള നിയമപരമായ യാതൊരു ബാധ്യതയും ക്രൈസ്തവ സ്ഥാപനങ്ങൾക്കില്ല എന്നാണ്. എന്നാൽ അവിടെ ക്രിസ്തീയ പ്രാർത്ഥനകൾ നടത്തുന്നത് അനുച്ഛേദങ്ങൾ 29, 30 പ്രകാരം അനുവദിക്കപ്പെട്ടിരിക്കുന്ന ന്യൂനപക്ഷാവകാശങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അങ്ങനെയാണെങ്കിൽ മുസ്ലിങ്ങളും ന്യൂനപക്ഷമല്ലേ, അവരുടെ സംസ്കാരവും സംരക്ഷിക്കപ്പെടേണ്ടേ എന്ന് ചോദിക്കുന്നവരോട് പറയാനുള്ളത്, ക്രൈസ്തവർ പിടിയേരി പിരിച്ചും മുണ്ടുമുറുക്കിയെടുത്തും സ്ഥാപനങ്ങൾ പടുത്തുയർത്തിയത് അവരുടെ സ്വന്തം സംസ്കാരവും പാരമ്പര്യങ്ങളും സംരക്ഷിക്കുന്നതിനു വേണ്ടിയാണ്. പൊതുവിദ്യാഭ്യാസത്തിന്റെ ഭാഗമായി മറ്റുള്ളവർക്കും അവിടെ പഠിക്കാൻ അവസരം നൽകുന്നുണ്ട് എന്നു മാത്രം. ക്രിസ്ത്യൻ സ്ഥാപനങ്ങളിലെ ഇപ്രകാരമുള്ള അന്തരീക്ഷം ഇന്ത്യയിലെയും കേരളത്തിലെയും ഭൂരിപക്ഷ സമൂഹം മാനിക്കുകയും നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തി വിദ്യാഭ്യാസം നേടി പുറത്തുവന്നു ജീവിതം കരുപ്പിടിപ്പിക്കുകയും ചെയ്തതിന്റെ ദീർഘകാല ചരിത്രവും നമുക്ക് മുൻപിലുണ്ട്. ഇസ്ലാമിക സംസ്കാരം പരിപോഷിപ്പിക്കേണ്ടവർ ഇസ്ലാമിക സ്ഥാപനങ്ങളിൽ തന്നെ തുടരുകയാണ് വേണ്ടത് എന്ന് സ്നേഹബുദ്ധ്യ ഓർമ്മിപ്പിക്കുന്നു. വഖഫ് ബോർഡിന്റെ അധികാരങ്ങൾ സംബന്ധിച്ച് ചർച്ചകൾ നടക്കുന്ന അവസരത്തിൽ തന്നെ ഈ നിസ്കാര വിവാദങ്ങൾ ഉയർന്നു വന്നത് കാര്യങ്ങൾ വേഗം ഗ്രഹിക്കുന്നതിന് സഹായകമായി എന്ന് നിരീക്ഷിക്കുന്നവരുമുണ്ട്. ഇനിയും നിസ്കരിക്കാൻ അവസരം നൽകുന്ന ഏതെങ്കിലും ക്രൈസ്തവ സ്ഥാപനങ്ങളുണ്ടെങ്കിൽ അവയുടെ നടത്തിപ്പുകാർ 1995 വഖഫ് ആക്ട് വായിച്ചു മനസ്സിലാക്കുന്നത് ഉചിതമായിരിക്കും. അതിന്റെ ചാപ്റ്റർ 1 സെക്ഷൻ 3 ഡെഫിനിഷൻസ് എന്നതിൽ ഉപവകുപ്പ് 6 പറയുന്ന വഖഫ് ബൈ യൂസർ എന്താണെന്ന് കൃത്യമായി തിരിച്ചറിഞ്ഞിരിക്കണം. നിസ്കാരം പോലെയുള്ള മുസ്ലിം മതകർമ്മങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഏതു സ്ഥലവും അവർ അത് നിർത്തിയാൽ പോലും കാലപരിധിക്ക് അതീതമായി വഖഫായി കണക്കാക്കപ്പെടുമെന്ന് 2013 ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർത്തിരിക്കുകയാണ്. ഇപ്പോൾ വഖഫ് നിയമങ്ങൾ വീണ്ടും ഭേദഗതി ചെയ്യപ്പെടുമായിരിക്കും. എന്നാൽ പിന്നീട് ഒരു അവസരത്തിൽ അവയൊക്കെ മുൻകാല പ്രാബല്യത്തോടെ പുനഃസ്ഥാപിക്കപ്പെടുകയും ചെയ്തേക്കാം. അതിനാൽ ഈ വിഷയത്തിലുള്ള കരുതൽ എപ്പോഴും നല്ലതാണ്. ന്യൂനപക്ഷ അവകാശങ്ങൾ എന്താണെന്നും അവയുടെ ആവശ്യകതയെന്തെന്നും ഇതര സമുദായങ്ങൾ അവ എപ്രകാരം വിനിയോഗിക്കുന്നുവെന്നും കേരളത്തിലെ ന്യൂനപക്ഷങ്ങളിലെ ന്യൂനപക്ഷങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത് ഉചിതമായിരിക്കും എന്നു പറഞ്ഞുകൊണ്ടാണ് ഫാദർ ജെയിംസ് കൊക്കാവയലിൽ ലേഖനം അവസാനിപ്പിക്കുന്നത്.